ഒരു ഐഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കൽ തുടങ്ങാം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ ആ പ്ലാൻ തൽക്കാലത്തേക്കൊന്നും നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഉള്ളത് വെച്ച് തുടങ്ങാം എന്ന് വിചാരിച്ചു. ഇത് കേട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ എന്തോ സക്സസ് സ്റ്റോറി പറയാൻ വരുവാന്ന്. അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവും. അതെന്ന് വെച്ച് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാതെ പോരുത്, അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. പിറ്റേ ദിവസം എക്സാം ആണെങ്കിലും എക്സാമിന്റെ തലേദിവസം പോലും ബുക്ക് തുറന്ന് 2 അക്ഷരം വായിക്കുക, അങ്ങനെ ഒരു തോന്നല് അതെനിക്ക് വരാറേ ഇല്ല. ടെൻഷൻ എന്നൊരു സാധനം എനിക്ക് തീരെയില്ല. പക്ഷെ ഇടയ്ക്ക് ഞാൻ വിചാരിക്കാറുണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വായിച്ചേനെന്ന്. പക്ഷെ അത് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. എന്നോട് എൻ്റെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് നീ എന്താ ടെൻഷൻ അടിക്കാത്തതെന്ന്. അതെന്താണെന്നറിയില്ല, എനിക്കിത് വരാറില്ല. എനിക്ക് തോന്നുന്നു അത് ജീനിന്റെ പ്രശ്നമാണ്. എൻ്റെ ഫാമിലിയിൽ ആരും ടെൻഷൻ അടിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഭയങ്കര കൂളാണ്. ഇതിപ്പോൾ എക്സാം എഴുതാൻ പോവാണ്. പക്ഷെ രാവിലെ പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിച്ച് ഇപ്പോൾ ഒരു കല്യാണം കൂടി കഴിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. വെറുതെ എങ്കിലും ബുക്ക് തുറന്ന് 2 അക്ഷരം വായിക്കാം, അങ്ങനെ പോലും തോന്നില്ല. സത്യം പറഞ്ഞ ഇന്റേണൽ എക്സാം വെച്ചപ്പോൾ തന്നെ എഴുതിയായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അന്ന് മര്യാദയ്ക്ക് എക്സാമിന് പോവാതെ ഇപ്പോൾ റീ എക്സാം എഴുതാൻ വേണ്ടി നിൽക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റട്ടെ, ഈ കൊച്ചൊന്നും പഠിക്കാതെ ഉഴപ്പി നടക്കാനുള്ളൂ. പഠിക്കുന്നൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് പോരെ. അധികമായാലും അമൃതം വിഷയല്ലേ. അപ്പം ഞങ്ങൾ എക്സാം എഴുതിയിട്ട് ടാറ്റാ.